നമ്മുടെ ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ടാവും. അവരിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ അവരെ മാറ്റി നിർത്താൻ പറ്റാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയല്ലേ നമുക്കിപ്പോൾ ഉള്ളത്, നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക? ആദ്യം മനസ്സിലാക്കേണ്ട ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം എന്നുള്ളതാണ്. നെഗറ്റീവ് ആളുകൾ നമ്മോടൊപ്പം ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് ആൾക്കാരുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ നമ്മളെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. എന്തിനും എപ്പോഴും അവർ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയുക തന്നെ ചെയ്യും. പഴയ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് അതുമായി താരതമ്യം ചെയ്തിട്ടാണ് അവർ ഇപ്പോഴും ജീവിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ? നെഗറ്റീവ് ആൾക്കാരുമായി നമ്മൾ ഇടപെടുമ്പോൾ നമ്മളുടെ സമാധാനം, സന്തോഷം, അതുപോലെ നമുക്കുള്ള നല്ല ചിന്തകൾ, അതുപോലെ നമ്മൾ ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളും, നല്ല ചിന്തകൾ, അതുപോലെ ചിന്തിക്കാൻ പറ്റാൻ കഴിയാത്ത ഒരു അവസ്ഥയായി നമ്മൾ നെഗറ്റീവ് ആൾക്കാരിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുക. എല്ലാവരും അങ്ങനെയാണെന്നില്ല കേട്ടോ. പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ സാഹചര്യം കൊണ്ടും ആകാം അവരങ്ങനെ പെരുമാറുന്നത്. എന്നാൽ അത് നമ്മളുടെ ലൈഫിനെ തന്നെ അത് തകർത്ത് കളയും അവരോടുള്ള കൂട്ടുകൂടൽ കൊണ്ട്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് വളരെ ബോൾഡായിട്ട് ഈ പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം ചെയ്യാൻ പറ്റുക നല്ല ബൗണ്ടറി കീപ്പ് ചെയ്യാനേ വേണ്ടത്. നമ്മുടെ വ്യക്തിയുമായിട്ടുള്ള കാര്യം അവരോട് പറയാതിരിക്കുക. നമ്മൾ എന്ത് കാര്യമാണ് ഒരു പ്രധാനമാക്കി വെക്കുന്ന കാര്യം അത് നമ്മൾ അവരുടെ ചേട്ടിൽ എത്തിക്കാണ്ട് നിൽക്കുക. നമ്മുടെ ആശയങ്ങൾ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരോട് സംസാരിക്കുക. നമുക്ക് ഒരുപാട് പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് പറയാതിരിക്കുക. നമുക്ക് നന്മ വരുന്ന കാര്യം ഉണ്ടെങ്കിൽ അവർക്ക് അത് ഷെയർ ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ടുള്ള ആളുകളെ കണ്ടെത്തുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂട്ടിയെടുക്കുക. ചുറ്റുമുള്ളവരെ മാറ്റി നിർത്താനോ അവരുടെ ചിന്തകൾ മാറ്റാനോ നമ്മൾ ശ്രമിക്കരുത്. പലപ്പോഴും ശ്രമിക്കുമ്പോൾ നമുക്ക് അത് വലിയ പ്രയാസത്തിലേക്ക് കടന്നു പോകും. നമ്മുടെ മാനസികാവസ്ഥയെ പ്രയാസപ്പെടുത്തുന്ന ഏത് കാര്യമാണോ, ഏത് വ്യക്തിയുമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് അവരിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നെഗറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള സ്ഥലത്ത് നിന്ന് മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ പരിഗണിക്കേണ്ടത്. ഇത് കണ്ടിന്യൂ ആയി ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് പറയുന്ന ആൾ നമ്മളിൽ തന്നെ പതിയെ മാറുകയും ചെയ്യും. നമ്മുടെ മെൻ്റൽ ഗ്രോത്ത് ഡെവലപ്പ് ആവുകയും പതിയെ അവർ നമ്മുടെ റൊട്ടീനിലേക്ക് വരികയും ചെയ്യും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.